بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد. റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ചന്ദ്രനെ ഉദിപ്പിച്ച അല്ലാഹുവിൻ്റെ പ്രവർത്തനം വളരെ ആശ്ചര്യം തന്നെ. വൗജദ നൂറഹു, ആ നബി തങ്ങളുടെ ആത്മാവിനെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയ അല്ലാഹു ഖബല ഖൽഖിൽ ആലമി, നബിതങ്ങളല്ലാത്ത മറ്റുള്ള ആലമിനെ പടക്കുന്ന മുമ്പ് നബിതങ്ങൾ ഒരു ആലമാണ്. ഓരോ മനുഷ്യനും ആലമാണ്. മനുഷ്യൻ ഒരു ആലമാണ്. ജിന്ന് ഒരു ആലമാണ്. ഓരോ ജിന്നും ഓരോ ആലമാണ്. ഇങ്ങനെയാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ആലം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ അറിയിക്കുന്ന സാധനം എന്നർത്ഥം. ഖാതം എന്ന് പറഞ്ഞാൽ മാ യുഖ്തമു ബിഹി എന്നാണ്. ഖാലബ് എന്ന് പറഞ്ഞാൽ മാ യുഖ്ലബു ബിഹി എന്ന് പറഞ്ഞ മാതിരി ആലമു എന്ന് പറഞ്ഞാൽ മാ യുഅലമു ബിഹി, അതുകൊണ്ട് സൃഷ്ടാവിനെ അറിയപ്പെടും. എന്തും അറിയപ്പെടും എന്നാണ് ഭാഷാർത്ഥമെങ്കിലും അതിനെ ഉപയോഗിച്ചു വരുന്നത് അള്ളാഹുവിനെ അറിയാനുള്ള ഏതെല്ലാം സാധനമുണ്ടോ അതെല്ലാം. ഏതാണത്? അള്ളാഹു അല്ലാത്ത എല്ലാം ആലമാണ്. അള്ളാഹു അല്ലാത്ത എല്ലാത്തിനും അറബിയിൽ ആലം എന്ന് പറയും. അള്ളാഹുവിനും അള്ളാഹുവിന്റെ സിഫത്തുകൾക്കും ആലം എന്ന് പറയില്ല എന്നല്ല, അതങ്ങനെയല്ല. പറയില്ല എന്ന് മാത്രമല്ല. അപ്പൊ ആലമു എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അള്ളാഹുവിന്റെ സിഫത്തുകളും അല്ലാത്തത് എന്നർത്ഥം. ഇനി അള്ളാഹു അല്ലാത്തത് എന്നും പറയാം. കാരണം അള്ളാഹുവിന്റെ സിഫത്തുകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. അത് ഇവിടെ വിശദീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ഏതായിരുന്നാലും അള്ളാഹുവും അള്ളാഹുവിന്റെ സിഫത്തും വിശേഷണങ്ങളും അല്ലാത്ത എന്തൊക്കെയുണ്ടോ മുത്തുനബി അടക്കം അതെല്ലാം ആലമാണ്. അപ്പൊ ആലമിനെ പടക്കണ മുമ്പ് നബിയെ പടച്ചു എന്ന് പറഞ്ഞാൽ മറ്റ് ആലമുകളെ പടക്കുന്ന മുമ്പ് മുത്തുനബിയാകുന്ന ആലമിനെ പടച്ചു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അങ്ങനെ പടച്ചു, ഈജാദ് ചെയ്ത് ഉണ്ടാക്കി. അതൊക്കെ ഹദീസിൽ വന്ന കാര്യമാണ്. അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മവാഹിബുൽ ലദുനിയയിൽ മഹാനായ ഇമാം ഖസ്സലാനി ഹദീസുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അബ്ദുർ റസാഖ് തങ്ങളുടെ മുസന്നഫിൽ ആ ഹദീസുണ്ട്. പല സ്ഥലത്തും ഹദീസ് അയിമ്മത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഖബല ഖൽഖിൽ ആലമി എന്ന് പറഞ്ഞാൽ ഖബല ഖൽഖി സായിരിൽ ആലമി, അല്ലെങ്കിൽ ബഖിയത്തിൽ ആലമി, ആലമിൽ നിന്നുള്ള മറ്റു സൃഷ്ടികളെ പടക്കുന്ന മുമ്പായിട്ട് അല്ലാഹു തആല ആദ്യമായി പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. വസമ്മാഹു മുഹമ്മദ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്തു. ഈ വാക്കിന്റെ ബാഹ്യം അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറ്
എന്നാണ് നമ്മൾ പറയല്. ആത്മാവ്, ആ ആത്മാവിനെ പടച്ച ശേഷമാണ് പേര് വെച്ചത് എന്നാണ് ഈ വാക്കിന്റെ ബാഹ്യം. കാരണം സമ്മാഹു മുഹമ്മദ എന്ന വാക്കിനെ ഔജദഹു എന്നതിന്റെ ശേഷമാണ് പറഞ്ഞത്. വാവ് കൊണ്ടാണ് സംസാരമെങ്കിലും ആ പ്രയോഗത്തിന്റെ ഇഷാറത്ത് അള്ളാഹുവിന്റെ റസൂലിനെ പടച്ച ശേഷമാണ് മുഹമ്മദ് എന്ന് പേര് വെച്ചത് എന്നാണ് അതിന്റെ ബാഹ്യം. ഇനി അതിന് മുമ്പാണെന്ന് പറഞ്ഞതിനും തെറ്റില്ല. അങ്ങനെ പറഞ്ഞ ഇമാമിങ്ങളും ഉണ്ട്. വൈലത്തൂർ ഉസ്താദ് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ പടക്കുന്ന മുമ്പാണ് മുഹമ്മദ് എന്ന് പേര് വെച്ചത് എന്നാണ്. അങ്ങനെയാണ് കുറെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പടക്കണ മുമ്പ് തന്നെ മുഹമ്മദ് എന്ന് പേര് വെച്ചിരിക്കുന്നു. ഇനി പടച്ചതിന് ശേഷം വെച്ചു എന്ന് പറഞ്ഞത് കൊണ്ടും തകരാറൊന്നുമില്ല. മങ്കൂസ് മൗലിദിന്റെ ബാഹ്യം കൊണ്ട് മനസ്സിലാകുന്നത് പടച്ചതിന് ശേഷം, ആത്മാവിനെ പടച്ച ശേഷം മുഹമ്മദ് എന്ന് പേര് വെച്ചു എന്നാണ്. വാഖ്റജഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ആദ്യമായി പടച്ചെങ്കിലും അവിടുന്ന് ആ പടച്ച് അല്ലാഹു തആല ഉദ്ദേശിച്ച വേദിയിൽ അല്ലാഹുവിന്റെ റസൂലിനെ താമസിപ്പിച്ചു. 2000 വർഷമെന്നും അല്ല 8000 വർഷമെന്നും ഇബ്നു ഖത്താൻ തങ്ങളുടെ റിപ്പോർട്ടിൽ 8000 വർഷമെന്നും മറ്റു പലരുടെ റിപ്പോർട്ടിൽ 2000 എന്നും അല്ലാതെയും വന്നിട്ടുണ്ട്. അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് നബി തങ്ങളെ താമസിപ്പിച്ചു. ആ താമസിപ്പിച്ച കാലഘട്ടത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതിനെല്ലാം അയിമത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ അതിന്റെ റിപ്പോർട്ടുകളെല്ലാം അവിടുത്തെ മിനഹുൽ മക്കിയിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. അങ്ങനെ താമസിപ്പിച്ചു. ഓരോ നബിമാരെയും അല്ലാഹു തആല പടച്ചു. ആദ്യമായി ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചു. ആദം നബി അലൈഹിസ്സലാമിന്റെ ശേഷം മറ്റു നബിമാരെ ഓരോരുത്തരായിട്ട് അല്ലാഹു തആല പടക്കുകയും അവരെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. നബി തങ്ങളെ കൊണ്ടുവന്നില്ല. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലാണ് എല്ലാവരും ഉള്ളത്. യഥാർത്ഥത്തിൽ ആ നബിമാരെല്ലാം ഉള്ളത് നബി തങ്ങളുടെ ഉമ്മത്തിലാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല കൊണ്ടുവന്നില്ല. ആദ്യമായി ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്നു. ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിന് കാരണം എന്താണെന്ന് ഇനി അടുത്ത ഹദീസിൽ വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മാവിനെ ആദം നബി അലൈഹിസ്സലാമിൽ അല്ലാഹു തആല നിർത്തി. ആ നിർത്തിയത് കൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിനിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്ന് ഹദീസിൽ വ്യക്തമായി തന്നെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഓരോ നബിമാരെയും അല്ലാഹു തആല പ്രബോധനത്തിനു വേണ്ടി അയച്ചു അവസാനമായി നബിയെ അയക്കുന്നത് അവസാനമായിട്ടാണ്. ആദ്യത്തെ സൃഷ്ടിയുമാണ്, ആദ്യത്തെ നബിയുമാണ്. എന്നാൽ ആദ്യത്തെ അവസാനത്തെ നബിയുമാണ്. ആദ്യത്തെ നബിയുമാണ്, അവസാനത്തെ നബിയുമാണ്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയാക്കിയത് മുത്തുനബിയെയാണ്. കുന്തു നബിയൻ വആദമു ബൈനൽ മായി വത്വീൻ, ഞാൻ നബിയായി അല്ലാഹു തആല എന്നെ ആക്കിയിരുന്നു. അന്ന് ആദം നബി അലൈഹിസ്സലാമിനെ പടക്കപ്പെട്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നബിയും അവസാനത്തെ നബിയും മുത്തുനബി തങ്ങളാണ്. പക്ഷേ ഇർസാൽ എന്ന റിസാല എന്ന സ്വഭാവത്തിൽ, ബാഹ്യത്തിൽ അവസാനമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി അയക്കപ്പെട്ടത്. അപ്പോൾ അതുവരെ അല്ലാഹു തആല ഉദ്ദേശിച്ച സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താമസിപ്പിക്കുകയും വാഖ്റജഹു നബി തങ്ങളെ ലോകത്തിലേക്ക് പുറപ്പെടുവിച്ചു. ഫി ആഖിരി സമാനി, അവസാനത്തെ കാലഘട്ടത്തിൽ പുറപ്പെടുവിച്ചു. അതിനു മുമ്പെല്ലാം പുറപ്പെടുവിക്കാതെ ഏതോ ലോകത്ത് മുത്ത് റസൂലുള്ളാഹിനെ താമസിപ്പിച്ചു. ആ ലോകം ഏതാണെന്ന് നമുക്കറിയില്ല. നൂറങ്കതാവു സിംബദാ ഖബല ദഹർ ഫി ദുർറത്തിൻ ബൈളാ ഫി അസ്ഫസ്വർ. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് നൂറങ്ക താവൂസിൻ ബദാ ഖബല ദഹർ, അത് നബി തങ്ങൾ എല്ലാവരുടെയും മുമ്പ് അല്ലാഹു തആല മുത്തുനബി വെളിയായിരിക്കുന്നു എന്ന് ഉമർ ഖാലി തങ്ങളെ ഖസീദയിൽ പാടിയത് കാണാം. ഉമർ ഖാലി തങ്ങളെ ഖസീദ ചെറുതല്ല, അള്ളാഹുവിന്റെ റസൂലിനെ മുമ്പിൽ വെച്ച് പാടുകയും ആ പാട്ട് കാരണത്താൽ അവിടുത്തെ വാതിൽ തുറക്കപ്പെടുകയും ചെയ്ത വലിയ ആശ്ചര്യമുണ്ടായ സംഭവമാണ്. അതിലുള്ള ഓരോ വരികളും മുത്തുനബി അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ വാതിൽ തുറക്കപ്പെടാൻ ഒരു സാധ്യതയും ഇല്ല. ഞാൻ തെളിവ് പറയുകയല്ല, തെളിവ് വഹാബി അത് തെളിവായി സംസാരിച്ചതായിട്ടും മനസ്സിലാക്കണ്ട, മറിച്ച് ഞാൻ ഒരു മനസമാധാന വാക്ക് പറയുകയാണ്. ഒരു നിഷ്പക്ഷവാദിയിലേക്ക് പറയാൻ പറ്റിയ വാക്കാണ് പറഞ്ഞത്, ഒരു നാളിറിന് പറ്റിയ വാക്കാണ് പറഞ്ഞത്, ഒരു മുനാളിറിന് പറ്റിയ വാക്കല്ല ഞാൻ പറഞ്ഞത്. തർക്കിക്കാൻ അത് പറ്റുകയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് കൊടുത്ത പ്രത്യേകതകളും മറ്റും പറഞ്ഞുകൊണ്ട് മഹാനായ ഖാലി മുഹമ്മദ് ഖാലി ഉമർ ഖാലി തങ്ങൾ ചൊല്ലിയ ഖസീദ പ്രസിദ്ധമാണ്, സ്വല്ലല്ലാഹു എന്ന ഖസീദ. ആ ഖസീദ വളരെ സാഹിത്യമുള്ള ഖസീദയാണ്. ആ ഖസീദയിൽ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു എന്ന്. അതേപോലെ തന്നെ ഉമർ ബഹുമാനപ്പെട്ടവരുടെ നഫായിസു ദുറർ എന്ന കിതാബിൽ പറയുന്നു, നൂറൻ കാലങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അവിടുത്തെ ആത്മാവിനെ പടച്ചിട്ടുണ്ട്. അത് അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഇത് ഹദീസിൽ വന്ന ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മലബാർ പാട്ടുകളിൽ തന്നെ കാണാം, മയൂരമയിലുണ്ട് നായനെ പോറ്റിയ ദൂതപ്പാദീനെ ബിൽ. അരീക്കാട് മല്ലാക്കയുടെ ഖൈബർ യുദ്ധത്തിന്റെ വരികളിൽ കാണാം, നജ്ജാശ് ബിൻ മുൻദിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ സംസാരത്തിന്റെ ഇടയിൽ വന്ന വരികളിൽ എണ്ണിയപ്പോൾ, നെഞ്ചകത്തേറേവേ അഞ്ജലിനാലാവൻ അഞ്ചർ വീളുന്തിടലായി എത്തിയോമെന്നയിരത്തിയിടുമെണ്ട് നിനത്തൂടൻ മണ്ടിടലായി. ആയ സമയത്തിൽ ഞാൻ ഇടക്കിടക്കുന്ന പാടട്ടോ, ആയ സമയത്തിൽ ചെയ്യും ഓരൊച്ചയിൽ കായം വീളുന്തവൻ താൻ എങ്കി ബീലങ്കള് കുതുങ്ങി കുലുങ്ങി കുതുങ്ങി കുലുങ്ങി നിണ്ടാൻ. അജ്ജാശ് ബിൻ മുൻദിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വന്ന അജ്ജാശ് ബിൻ മുൻദിർ നബിന്റെ അടുത്തെത്തിയപ്പോ കയ്യിലുള്ള കടാര ഹഞ്ചർ കടാര തനിയെ വിളുന്തിടലായി അങ്ങ് വീണു. അപ്പൊ പിന്നെ ഇട്ടുകാണ് മണ്ട. പിന്നെ അയാൾക്ക് ഖൈബറിൽ നിന്ന് ഇങ്ങോട്ട് വരാതിരിക്കായിരുന്നു നല്ലത്. ഖൈബറിൽ നിന്ന് കഷ്ടപ്പെട്ട് വന്ന് അയാളെ മോട്ടോർ സൈക്കിൾ അപ്പുറത്ത് നിർത്തി, മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അയാളെ കുതിര അപ്പുറത്ത് നിർത്തി, മറ്റേ കുതിര ഇറങ്ങി വന്ന് അങ്ങനെ നബി തങ്ങളെ വെറുതെ അക്രമം ചെയ്യന്നെ. ഇതപ്പോ കാട്ടുക. കാരണം എന്താ ചെയ്തിക്കണേ, മുർഹിബ് രാജാവ് വലിയ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വാഗ്ദാനം കിട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. അല്ലാതെ നടന്നില്ലെങ്കിൽ എന്താ വാഗ്ദാനം കിട്ടിയാല് 100 ഒട്ടകം കിട്ടുമല്ലോ, നാളെ തന്നെ കിട്ടും. അങ്ങനെ വന്നതാ. വന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് ഇതറിയാലോ, 4 ഭാഗത്തേക്കും ഈ കണ്ണുകൊണ്ട് കാണുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ഭാഗത്തേക്കും ഈ 2 കണ്ണുകൊണ്ട് കാണാൻ കഴിവുണ്ട്. അഥവാ ഈ കണ്ണുകൊണ്ട് ഈ തല തുളച്ച് പ്രകാശം കടന്നു പോകാനുള്ള കഴിവുള്ളവരാണ് നബി തങ്ങൾ. അത് മുഅ്ജിസത്തായിട്ടല്ല പറയുന്നത്, റസൂലുള്ളാഹിന്റെ സൃഷ്ടിപ്പാണത്. മുഅ്ജിസത്ത് വേറെയുണ്ട്.
മൗമൂമികളായ സ്വഹാബിമാരോട് മുത്തുനബി തങ്ങൾ പറഞ്ഞൊരു വാക്ക് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്. നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, എന്നെ തുടർന്ന് നിസ്കരിക്കുമ്പോൾ നിങ്ങളെ മനസ്സകത്തുള്ള ഭക്തി വരെ എനിക്ക് കാണിക്കപ്പെടുന്നു. നിങ്ങൾ എങ്ങനെ റുക്കൂ ചെയ്യുന്നു, നിങ്ങൾ വളഞ്ഞും തിരിഞ്ഞും, നിങ്ങളുടെ സ്വഫിന്റെ ഇടയിൽ വിടവുള്ളതും എല്ലാം എനിക്ക് കാണിക്കപ്പെടുന്നു, ഞാൻ കാണുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ തങ്ങളുടെ 4 ഭാഗത്തേക്കും തങ്ങൾക്ക് കാഴ്ചയുണ്ട്. തിരിഞ്ഞു നോക്കലില്ലല്ലോ, തങ്ങൾ തിരിഞ്ഞു നോക്കൂലല്ലോ. എന്തിനാ തിരിഞ്ഞു നോക്കണം? ഇങ്ങനെ കാഴ്ച ഉണ്ടായ പിന്നെ എന്തിനാ തിരിഞ്ഞു നോക്കണേ? നമുക്ക് ഇങ്ങനെ കാഴ്ചയുള്ളൂ. ഇങ്ങനെ കാണണമെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ തിരിയണം. തങ്ങൾ തിരിഞ്ഞു നോക്കൂല. അങ്ങനെയാണ് നബി തങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കൂല. നിസ്കാരത്തിൽ സലാം കൂട്ടുമ്പോൾ തല കൊണ്ട് മാത്രം തിരിയുന്ന അവസ്ഥ ഉള്ളത്. എല്ലാത്തപ്പോഴൊക്കെ ഇൽത്തഫത്ത ബിക്കുല്ലി, മുഴുവനുമായിട്ട് സംഭാഷണ വേദിയിലായിട്ടാണ് തങ്ങൾ തിരിഞ്ഞു നോക്കുക. അല്ലാതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, ചെയ്യലുമില്ല. ഇങ്ങനെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കാഴ്ചയുണ്ട്, ഇങ്ങനെ കാഴ്ചയുണ്ട്, ഇങ്ങനെ കാഴ്ചയുണ്ട്, ഇങ്ങനെ കാഴ്ചയുണ്ട്. ചില ബലഹീന റിപ്പോർട്ടിൽ കാണാം. ബലഹീന റിപ്പോർട്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തെറ്റായ റിപ്പോർട്ടിൽ കാണാം. ചില തെറ്റായ റിപ്പോർട്ടിൽ റിപ്പോർട്ട് എന്നതിനെ പറ്റി പറഞ്ഞുകൂടാ. ചിലർ എഴുതിയത് കാണാം, നബി തങ്ങളുടെ ഈ 2 കൈപ്പലയുടെ അവിടെ 2 ചെറിയ സൂചിമുന പോലത്തെ കണ്ണുകൾ ഉണ്ടായിരുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്, ആ കണ്ണുകൊണ്ടാണ് എനിക്ക് കാണുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് ഒരിക്കലും പറയാൻ പാടില്ല. അതിന് പലരും നിഷേധിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. സൂചിമന പോലെ 2 കണ്ണുകൾ തങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അത് റസൂലുള്ളാഹിക്ക് അയ്ബായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഈ കണ്ണുകൊണ്ട് തന്നെയാണ് എല്ലാം കണ്ടിരുന്നത്. അത് മുഅ്ജിസത്തായ കാഴ്ച വേറെയുണ്ട്. ഇത് മുഅ്ജിസത്തല്ല, ആ കണ്ണിന്റെ പ്രത്യേകതയാണ്. സർഖാഉൽ യമാമ എന്ന് പറയുന്ന പെണ്ണിനെ പറ്റി കഥയിൽ കാണാം, ചരിത്രത്തിൽ കാണാം. പാറിക്കൊണ്ടിരിക്കുന്ന പിന്നെ എന്താണ് സാങ്കോസ് പക്ഷികളെ സംബന്ധിച്ച്, ഖത്താ പക്ഷികളെ സംബന്ധിച്ച് പാടിയത് ലൈതൽ ഹമാമലിയ ഇലാ ഹമാമതിയ ഔനിസ്ഫഹു ഖദിയ തമ്മൽ ഹമാമുമിയ. ആ പോകുന്ന പക്ഷികളും, പാറുന്ന പക്ഷിനെ നോക്കിയാണ് പറയുന്നത്, ആ പോകുന്ന പക്ഷികളും അതിന്റെ പകുതിയും എൻ്റെ കാര്യത്തിലുള്ള ഒന്നും കൂടി കൂട്ടിയാൽ 100 ആകും എന്ന് പറഞ്ഞു. എന്തൊരു കണക്കാണ് പറഞ്ഞത്! ആ പോകുന്ന പക്ഷിയും ആ പക്ഷിയും ഒരു സംഖ്യയും അതിന്റെ പകുതിയും ഒന്നും കൂടി കൂട്ടിയാൽ 100 ആകും. അതെത്ര? 66. എളുപ്പമുണ്ട് പഠിച്ചുകൊണ്ട്. എങ്ങനെ 66 കിട്ടിയെന്ന് വെച്ചാൽ കുറച്ച് പണി ഉണ്ടാവും. ഏതായിരുന്നാലും 66ആണ്. ഇത് ആ പാറിക്കൊണ്ടിരിക്കുന്ന പക്ഷിയുടെ ഓരോന്നിലേക്കും കണ്ണിന്റെ രശ്മി എത്തണം, എങ്കിലല്ലേ ഒറ്റ സെക്കൻഡിൽ എണ്ണാൻ കഴിയുള്ളൂ. ആ പെണ്ണിന് 3 ദിവസ ദൂരത്തേക്ക് കൺകാഴ്ച ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാരെ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നു. അവളെ പേര് സർഖാ, യമാമക്കാരിയാണ് അവൾ. നീണ്ട കഥയാണ്. കാലത്ത് ആ ഖസീദയുടെ വരികളിൽ അത് പറയുന്നുണ്ട്. പിന്നെ എണ്ണി നോക്കുമ്പോൾ എവിടെയോ ഒരു വലയിൽ പോയി ആ പക്ഷികൾ കുടുങ്ങി എണ്ണി നോക്കുമ്പോ അത് 66 പക്ഷികളുണ്ട്. ഖത്ത എന്ന് പറഞ്ഞാൽ ഹമാമത്തിന്റെ ഇനത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ്. ചിലർ കാടപ്പക്ഷി എന്ന് പറയും, ചിലര് പ്രാവ് എന്ന് പറയും. നമ്മൾ കാടപ്രാവ് എന്ന് പറഞ്ഞ മാതിരി പ്രാവ് എന്ന് പറയും. ചിലര് സാങ്കോസ് പക്ഷി എന്ന് പറയും. സാങ്കോസ് പക്ഷിയാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം എന്നതാണ് ശരി. സാങ്കോസ് പക്ഷി ഏതാന്ന് വെച്ചാൽ പിന്നീട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അത് ആ പെണ്ണിന്റെ മുഅ്ജിസത്തല്ല, അല്ലെങ്കിൽ വലിയ ആശ്ചര്യമല്ല. വിഷയ ആശ്ചര്യമാണെങ്കിലും ആ പെണ്ണിന്റെ കണ്ണിന്റെ സൃഷ്ടിപ്പാണ്. എന്ന പോലെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുവ്വത്തിന്റെ വിഷയത്തിലും കാഴ്ചന്റെ വിഷയത്തിലും അവിടുത്തെ സൃഷ്ടിപ്പാണ് 100 ആളുകളുടെ ശക്തി എന്ന് പറയുന്നത്. ആ ശക്തി മുഅ്ജിസത്തല്ല, അത് വലിയ ആശ്ചര്യമാണ്. 40 ആളുടെ ശക്തി റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു എന്ന ഹദീസിൽ കാണാം. സഹീഹായ ഹദീസ്. തുർമുദി വിശദീകരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം ഈ 40 സ്വർഗത്തിലുള്ള 40 ആളുകളാണ് എന്നൊരു ഹദീസിൽ കാണാം.
അപ്പൊ 40 സ്വർഗത്തിലുള്ള ആളുകളുടെ ശക്തി ഉണ്ടായിരുന്നു. ആ സ്വർഗത്തിലുള്ള ഒരാൾക്ക് ഇവിടുത്തെ 100 ആളെ ശക്തിയുണ്ട് എന്നതാണ് ശരിയെന്ന് തുർമുദിയുടെ ഹദീസിൽ തന്നെ കാണാൻ കഴിയും. അപ്പൊ എത്ര ആള് ശക്തി ഉണ്ടാവും നബി തങ്ങൾ? അതുകൊണ്ടാണ് ഖന്തക്കിൽ പ്രകടമായ വലിയ പാറക്കല്ല് സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു ശക്തരായ സ്വഹാബത്ത് കൊത്തിയിട്ട് പൊളിയാതായപ്പോ റസൂലുള്ള പോയി കൊത്തിയത്. അല്ലെങ്കിൽ മുഅ്ജിസത്തോണ്ടാണെങ്കിൽ കൊത്തണ്ടല്ലോ, അവിടെ തച്ചാ പോരെ, കൊത്തേണ്ട ആവശ്യമില്ലല്ലോ, പൊട്ടിപ്പിളർന്നു. അത് അത്രയും ശക്തിയായിരുന്നു നബി തങ്ങൾക്ക്. എത്ര ഗുസ്തിമാന്മാർ, 3 ആളുകൾ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ വന്ന് നബി തങ്ങളെ വെല്ലുവിളിച്ചില്ലേ, ഞാനുമായി ഗുസ്തി പിടിക്കാൻ തയ്യാറുണ്ടോ? നീ നബിയാണെങ്കിൽ ഞാനുമായി ഗുസ്തി പിടിക്കാൻ തയ്യാറുണ്ടോ? തങ്ങൾ വെല്ലുവിളി സ്വീകരിച്ചതും കാണാം. എന്നിട്ട് ഗുസ്തി പിടിച്ച് ഒരൊറ്റ മറിച്ചിൽ തന്നെ അടിഞ്ഞു വീണ്. ഓൻ ലോക ചാമ്പ്യനാ. എവിടെ ചാമ്പ്യറ്റ് കാര്യമുണ്ടോ? മുത്തുനബിന്റെ മുമ്പ് ചാമ്പ്യൻ നടക്കൂല. അത് മുഅ്ജിസത്തായതുകൊണ്ടല്ല, അത് വേർന്ന് മുഅ്ജിസത്താണെന്ന് ഒരാൾക്ക് പറയാം. അതല്ല യഥാർത്ഥത്തിൽ അവിടുത്തെ ശക്തിയായിരുന്നു. പിന്നെയും അവൻ പറഞ്ഞു, ഒന്നും കൂടി പിടിക്കണം, ഇത് പേക്കണ നേരത്ത് പിടിച്ചതാണ്, പിടിച്ചപ്പോ വെച്ചതല്ല എന്നുള്ള നിലക്ക് ഒന്നും കൂടി പിടിച്ച് അതാ വീണ്. 3ാമത് പിടിച്ചപ്പോ അടഞ്ഞു വീണപ്പോ അവൻ പറഞ്ഞു, വാക്കെന്താ, സുബ്ഹാനല്ലാഹ്, സിഹ്റും അളീം, വല്ലാത്ത സിഹ്റാണോ, ഞാൻ തോറ്റിട്ടില്ല, തോറ്റാലും. ഒട്ടകത്തിന്റെ അറുത്ത തോലില്, മൃഗത്തിന്റെ തോലിൽ നിൽക്കാൻ വയ്ക്കൂല. ഇച്ചിയിൽ നിന്നതിലേറെ എന്ത് ചെയ്യും? അവിടെ കിടന്ന് കോമാളി കളിച്ചേണ്ടി വരും. തോലിൽ നിൽക്കാൻ കഴിയില്ല, ഇരിക്കാനേ വയ്ക്കുള്ളൂ. ഇരുന്നിട്ട് എന്താ കാര്യം? തോലിൽ നിൽക്കാൻ കഴിയില്ല. ആ തോലിൽ നിന്ന് നബി തങ്ങൾ ഗുസ്തി പിടിച്ചിട്ടുണ്ട്. ഗുസ്തി കളി നടത്തിയല്ല, ഇസ്ലാമിന് വേണ്ടി ഇത് ചെയ്താൽ ഞാൻ മുസ്ലിം ആകാം എന്ന് വാഗ്ദാനമുള്ളവരോട് നടത്തിയിട്ടുണ്ട്. അതൊക്കെ അവിടുത്തെ ശക്തിയായിരുന്നു. തോലിൽ കാലുറച്ച് നിൽക്കാൻ ആർക്ക് കഴിയും? ശക്തർക്ക് കഴിയും, കരിങ്കല്ലിന് കഴിയും. കണ്ടില്ലേ, കരിങ്കല്ല് അവിടെ കൊണ്ടുവച്ചാൽ അത് ഇളകും അവിടെ നിന്നാണ്ട് ഇല്ലല്ലോ. അപ്പൊ അത്രയും പിടിച്ചു നിൽക്കാനുള്ള ശക്തി വേണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനത്തെ കൺശക്തി ഉണ്ടായിരുന്നു. അത്രയും ദൂരത്തേക്ക് കാണാനുള്ള ശക്തി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ കണ്ണുകൊണ്ടായിരുന്നു അതെല്ലാം കണ്ടിരുന്നത്. എത്ര ദൂരത്തേക്കും കാണാൻ കഴിയുമായിരുന്നു. നമ്മളെ വിഷയം അതല്ലല്ലോ. എന്തേ പറഞ്ഞേ? അതെ, ഇപ്പൊ അയാള് വരുന്നുണ്ടല്ലോ, നജ്ജാശ് ബിൻ മുൻകിർ. അയാള് വരുന്നതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ നല്ലപോലെ കാണുന്നുണ്ട്. പക്ഷെ അള്ളാഹു ഏറ്റെടുത്ത കാര്യമായതുകൊണ്ട് പിന്നെ അതിൽ ഇടപെട്ടിട്ടില്ല. ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ നോക്കിക്കോക്കണം, നിങ്ങൾ ക്ലാസ് എടുത്തോളി എന്ന് പറഞ്ഞാലും എന്താട്ട് റസൂലുള്ളാഹി ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പിന്നിൽ നജ്ജാശ് വന്നിട്ട് അടുത്ത് ഏകദേശം 2-3 മീറ്റർ അപ്പുറത്തെത്തിക്കാണ്ട് പറഞ്ഞാണ്ട് മൂപ്പര് ഒരു മണ്ടല് ഇതിനു വേണ്ടി അവിടെ നിന്നിട്ട് വരണ്ടിന്നോ? കയ്യിലുള്ള അതാണ്. നെഞ്ചാകത്തേറെ അഞ്ജലിനാലവൻ, മനസ്സിൽ ഏറുന്ന പേടിയാൽ അവൻ ഹഞ്ചർ വീളുന്തിടലായി. അവന്റെ കയ്യിലുള്ള ആ കടാര വീണുപോയി. നിത്യോം എന്നെ ഇരത്തിയിടുമെണ്ട് നിനത്തൂടൻ മണ്ടിടലായി. എന്നെ ഇരത്തിടും, കൊന്നിടുമെന്ന് ഉറപ്പായപ്പോ അവൻ ഓടി, മണ്ടി. അങ്ങനെ അവൻ ലോകം ഓട്ടോടി. ജീവനേറ്റ് കൊണ്ടുനാൾ അത്ര ദൂരത്തിൽ മറ്റൊരു മനുഷ്യന് ഒപ്പം മണ്ടുന്നവനെത്തില്ല. കാരണം അവനക്ക് ജീവന്റെ ഒപ്പം മണ്ടാണ്. ഇതങ്ങനെയല്ലേ, ജീവൻ ഏറ്റുമണ്ടാണ്. രണ്ടും കുറെ വ്യത്യാസമുണ്ട്. അത് തനിയേ ശക്തി ഉണ്ടാവും അവിടെ. വയ്യാത്ത കോഴിനെ അറുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പടിയും, നീക്കാൻ വെച്ചാൽ ഒന്ന് ചത്തെടുക്കണമായിരിക്കും. എടുക്കണ കോഴിനെ അർത്ഥവും കൊണ്ടിങ്ങള് ചെറിയ പറച്ചിൽ പാടി. അത് അതിന്റെ അവസാനത്തെ
കളിയാണ് ആ കളിക്കുന്നത്. അപ്പോൾ ഓടി അവനൊപ്പം സ്വഹാബികളെ റസൂലുള്ളാഹി കുറച്ച് ഓടിയതിന് ശേഷം പറഞ്ഞു അവനെ പിടിച്ചോടുന്നാണ്. ഓല പിടിച്ചിടാൻ പോയിട്ട് അവരൊക്കെ പോയിട്ട് അവർ പറഞ്ഞ് ആ ചങ്ങായി എവിടെ എത്തിക്കുന്നു കാണാനില്ല. അതിൻ്റെ അപ്പുറത്ത് അവൻ്റെ മോട്ടോർ സൈക്കിൾ നിർത്തിയിട്ട് 2 വീലർ നിർത്തിയാണ്ട് പോകുന്നതാ. നല്ല ശക്തിയുള്ള 2 വീലറാ. അതിമ കയറി അവൻ ലോകം ഓട്ടോ ഓടിക്കുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് അലി റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അയാളെ കാണാൻ തന്നെ ഇല്ല, അയാൾ എവിടെ എത്തിയിരുന്നു, മരുഭൂമിയിലൂടെ എത്തി. അപ്പോൾ അലി തങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് പിടിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? നിഞ്ഞേ ഇവർ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇഞ്ഞി അലി തങ്ങൾ പോയാൽ അങ്ങനെ കിട്ടുക? അലി തങ്ങൾ അറിഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലി തങ്ങൾ എന്ത് ചെയ്ത് ദുൽദുൽ കുതിരമ്മ ഹൈ സ്പീഡിൽ അങ്ങ് പോയി ഒരു പോക്ക് പോയി. പിന്നെ കൊണ്ടുവന്നിട്ട് പൂച്ചക്കുട്ടിനെ കൊണ്ടുവരണമാതിരി കൊണ്ടുവരുന്ന അങ്ങനെ പോയിട്ട് പിന്നെ പിന്നിലേക്ക് നോക്കുമ്പോൾ ആരും ഇല്ല. അപ്പൊ അവൻ ആടിപ്പാടി അങ്ങനെ പോകും. അപ്പോഴാണ് പടച്ച തമ്പുരാനെ അസ്രായിൽ വരുന്നത്. ഈ വരവിങ്ങനെ അങ്ങോട്ട് വന്നപ്പോൾ അലി തങ്ങൾ രണ്ടാളും ഒരാൾക്ക് ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പോക്ക് പോകുമ്പോ ആയ സമയത്തിൽ ചീയം മോരച്ചയിൽ കായം വീളുന്തവൻ താൻ ലങ്കി ബീലങ്ങൾ കുലുങ്ങി നിണ്ടാൻ. ആയ സമയത്തിൽ ഇവനെ കിട്ടാതായ ടൈമിൽ സിംഹമാകുന്ന അലി തങ്ങൾ ഒരൊച്ചയിൽ ഒരൊറ്റ ശബ്ദം, ഈ ഒറ്റ ശബ്ദം അങ്ങ് ഇട്ടതോടുകൂടെ കായം ശരീരം വിളുന്തവൻ താൻ ആ ലങ്കി വിലങ്ങൾ കുതുങ്ങി നിണ്ടാൻ. കയ്യും വിട്ട് എന്തോ ബോംബിട്ട മാതിരി അവന് ബേജാറായി. കൈയൊക്കെ വിട്ട് ആകെ തളർന്ന് വളരെ സന്നിധനായി വളരെ തയ്യാറായിക്കൊണ്ട് പോകാനുള്ള ഒരുക്കത്തിൽ തയ്യാറായിക്കൊണ്ട് അതിന് മുകളിൽ അവൻ നിൽക്കുകയാണ്. അവന്റെ വണ്ടി തന്നാലെ നിന്നു, ഓനും തന്നാലെ നിന്നു. ഓന്റെ മെസ്സിലും കയറി കായം വിളുന്തവൻ താൻ ലങ്കി വിലങ്ങൾ കുതുങ്ങി നിണ്ടാൻ. അവനവിടെ നിന്ന് ആയത്തൂടെ പാടെ നായകനക്ഷണമായ അവനെ പിടിയായി ആദിത്ത ആയത്തുടെ പടനായകൻ അള്ളാഹുവിന്റെ പ്രത്യേകക്കാരനായ പടനായകനായ അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ ആയവനെ പിടിയാൻ അപ്പോൾ തന്നെ അവന്റെ കൗത്തുങ്ങോട്ട് പിടിച്ചിട്ട് ഈ വണ്ടി മുങ്ങോട്ട് വെച്ച് ആ വണ്ടി പോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ദീമക്കെട്ട് വെച്ച് ഇങ്ങോട്ട് ദീമ കയറിയിരിക്കും. ആയത്തൂടെ പാടെ നായകനക്ഷണമായവനെ പിടിയായി ആദിത്താതിർമഹമൂദർ സമൂഹത്തു കാണവ ആദരവില്ലണവായി. കുട്ടിക്കാലത്ത് പഠിച്ചാണ്, അതുകൊണ്ട് തെറ്റ് വരുന്നത്. ആയത്തൂടെ പട നായകനക്ഷണമിലായവനെ പിടിയാൻ ആദിത്താവർ മഹമൂദർ സമൂഹത്തിക്കും നബി തങ്ങളുടെയും സഹാബത്തിന്റെ ഇടയിലേക്ക് അവനുമായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ അവൻ പറഞ്ഞ ചില വാക്കുകളുണ്ട്. എന്നെ കൊല്ലരുതേ, എന്നെ ഒന്നും ചെയ്യരുതേ, ഖൈബറിന്റെ ഫുൾ രഹസ്യവും ഞാൻ നിങ്ങൾക്ക് ചോർത്തി തരാം. എന്നെ പോലെ അത് പറയാൻ പറ്റിയ ഒരാൾ ഈ കൂട്ടത്തിലില്ല, ഞാൻ ഫുൾ പറഞ്ഞു തരാം. ഫുൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഖൈബറിൽ ഇന്നോടത്ത് കൂടി പോയാൽ മതി, ഇന്നോടത്ത് കൂടി പോയാൽ മതി, കോട്ടന്റെ അവിടെ ഇന്ന രഹസ്യമുണ്ട്, മറ്റേ രഹസ്യമുണ്ട്, ഫുള്ള് പറയുകയും അയാള് ഹജ്ജാശിമിന് മുന്തിർ ഫാഷാനജാശീനിൽ പേശി ഷഹാദത്ത ദാശിച്ചവർ മോശിയായി. ഹജ്ജാശിബിന് മുന്തിറിനോട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത് അവർ മുഷിയായി, അത് അവരെ മൊഴിഞ്ഞു. ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാവുകയാണ്. പിന്നെ ഖൈബർ യുദ്ധത്തിലേക്കുണ്ടായ പട പോക്കും രഹസ്യങ്ങളും ഒക്കെ നമുക്കറിയാം. അതിൽ ആ പാട്ടിന്റെ ഇടയിൽ കാണാം ഒരു വരി. ആ വരിയാണ് ഉമർ ഖാദി തങ്ങൾ പാടിയത്. ഏതാ പാട്? നൂറംഗ താവൂസിൻ എന്നുള്ള ആശയം പാടിയത് അല്ലേ? അതെങ്ങനെയാണ്? ഇതിപ്പോ കല്യാണത്തിൽ കൂടി കാനയിത്ത് മറന്നല്ലോ.
മെയിൻ പോയിന്റ് അവിടെ ഇരുന്നല്ലോ, പാട്ടുപാടലല്ല. മയൂരമായിണ്ട് നായനെ പോറ്റിയ ദൂതപ്പാദീനബിൽ. ഇത് മല്ലാക്കാവ് അവിടുന്ന് ഉമർ ഖാദി തങ്ങളുടെ വാക്കിനെ കടമെടുത്ത് പാടിയതാണ്. അതുപോലെ കിതാബുകളിലുള്ളതാണ്. ഇമാം സുയൂത്തിയുടെ കിതാബിൽ കാണാം, മറ്റു പലരുടെ കിതാബിലും ഈ ആശയം കാണാം. മയൂരം എന്ന് പറഞ്ഞാൽ മയൂരമായിനുണ്ട്. മയിലിന്റെ രൂപത്തിൽ വളരെ നല്ല ഭംഗിയിൽ മയൂരമായിനുണ്ട് നായനായ അല്ലാഹു സുബ്ഹാനഹു വ തആലനെ പോറ്റിയ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് കൊണ്ട് നിന്ന ദൂതപ്പതി, നബിമാരുടെ രാജാവായ ദൂതപ്പതി, പതി എന്ന രാജാവ്, ദൂതം എന്ന നബിമാരുടെ രാജാവായ നബി തങ്ങളോട് നജ്ജാഷി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കാണാം. അതാണ് മയൂരമായിനുണ്ട് നായനെ പോറ്റിയ ദൂതപ്പതി നബിയിൽ എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും അത് അങ്ങനെ നീണ്ട കാലം അള്ളാഹുവിന്റെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടിയ ആത്മാവ്, എന്നിട്ടോ അഖ്റജഹു, ആ നബി തങ്ങളെ അല്ലാഹു തആല നബിയായി ലോകത്തേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ പുറപ്പെടുവിച്ചു, മനുഷ്യനായി പുറപ്പെടുവിച്ചു. അപ്പോൾ ആ അഖ്റജ എന്നതിന്റെ മാന മനസ്സിലാകാൻ വേണ്ട പോലെ മനസ്സിലാണെങ്കിൽ ഇത് പറയുമ്പോഴേ മനസ്സിലാവും. അല്ലാ പുറപ്പെടുവിച്ചു എന്നാണ് പറഞ്ഞാണ്ട് പോകേണ്ടി വരും. ഫഖറജഹു, നീണ്ട കാലം ആലമുൽ അർവാഹിൽ സൂക്ഷിച്ച് ആ ഇബാദത്തിലായി കഴിഞ്ഞുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെ മനുഷ്യകോലത്തിൽ അല്ലാഹു തആല ആഖിർ സമാനിൽ പുറപ്പെടുവിച്ചു. കമാ ഖദ്ദർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ കണക്കാക്കിയത് ആദ്യത്തെ ഖലായിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ പുറപ്പെടുവിക്കുകയും വാബുദ വെളിവാക്കുകയും ചെയ്തു. അബുദ എന്നത് അഖ്റജഹു എന്ന വാക്കിലേക്ക് ചേർത്ത് വായിക്കാലാണ് നല്ലതെന്നാണ്, അത്തുബുദിയലാണ് നല്ലതെന്നാണ് ഉസ്താദ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ചെറുസ്താവും പറഞ്ഞിട്ടുള്ളത്. ഞാൻ മങ്കൂസ് മോയിൽ ഇത് ചെറുസ്താവിൻ്റെ ഒക്കെ ഒന്ന് ഓതിയിട്ടുണ്ട്. പക്ഷേ കമാ ഖദ്ദറ വഅബ്ദ എന്ന് പറഞ്ഞാലും തർക്കടൊന്നുമില്ല. അല്ലാഹു തആല കണക്കാക്കുകയും അബ്ദ കദാലിക അങ്ങനെ വെളിവാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതിന് തകരാറൊന്നും ഇല്ല. പക്ഷേ ഉസ്താദ് പറയുന്നു കമ്പിക്ക് വേണ്ടി പിന്തിച്ചതാണ് എന്ന്. കമാ അഖ്റജഹു വഅബ്ദാഹു, അതിനേക്കാൾ ബലാഗത്തുള്ളത് അഖ്റജഹു പുറപ്പെടുവിച്ചു, അതിന്റെ ആശയം തന്നെയാണ് അബ്ദാഹു. പിന്നെ ഒരേ പദങ്ങളെ പറയേണ്ട ആവശ്യം ഇല്ല എന്നതാണ് സത്യം. മറിച്ച് അഖ്റജഹു ഫി ആഖിരി സമാനി, ആഖിർ സമാനിൽ പുറപ്പെടുവിച്ചു. കമാ ഖദ്ദറ, അല്ലാഹുവിന്റെ കണക്കിലുള്ളതുപോലെ, വഅബ്ദാഹു അതിനനുസരിച്ച് അല്ലാഹു തആല വെളിവാക്കിയതുപോലെ. രണ്ടാശയമാണ്. നൂറൻ ബദാ ഖബല ദഹർ എന്നല്ലേ, നൂറൻ ഖബദ, അതിന്റെ അഫ്അലാണേത് അബ്ദ. കമാ ഖദ്ദറ വഅബ്ദ, അങ്ങനെ ഒളിവാക്കിയതുപോലെ അങ്ങനെ കണക്കാക്കുകയും ആ കണക്കാക്കിയത് നടപ്പിലാക്കുകയും ചെയ്തതുപോലെ എന്നാവും അബ്ദ എന്നതിനെ ഖദ്ദറമക്ക് അത്ഫാക്കിയാൽ അതായിരിക്കും ഏറ്റവും ബലാഗത്ത് കൂടുതൽ എന്നതാണ് എനിക്ക് മനസ്സിലായ, കുഞ്ഞൻ ചിന്തക്ക് മനസ്സിലായത്. ഉസ്താദ് പറയുന്നത് അങ്ങനെ അല്ല എന്നാണ്. അങ്ങനെ തന്നെയാണ് ചെറിയ ഉസ്താദും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കണം സത്യം. ആഖിറു സമാൻ എന്നതിനേക്ക് പലതിനും പറയും ആഖിറു സമാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയു ആഖിറു സമാനാണ്. മുൻകാലത്തെ ഉമ്മത്തുകള് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ യുദ്ധവേളകളിൽ അല്ലാഹു സുർനാ ബിനസ്ബി നബി ആഖിരി സമാൻ, ആഖിറു സമാനിലെ നബിയെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. വിശുദ്ധ ഖുർആൻ അതിൽ ആ കാര്യം തുറന്നു പറയുന്നുണ്ട്. ഈ വാക്കുണ്ട് എന്നല്ല, ഈ വാക്ക് മാലിമ് പോലുള്ള തഫ്സീറിന്റെ കിതാബുകളിൽ ഇമാം ബഗവിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹു സുർനാ ബിനബി ആഖിരി സമാൻ, ആഖിർ സമാനിലെ നബിയെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. ആ നബിയെ ഞങ്ങൾക്ക് നീ നൽകണേ, ആ നബിയെ നീ അയക്കണേ. ഇനി നബിമാരില്ലല്ലോ, അപ്പോ ഞാൻ നബി അയച്ചുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ ശത്രുക്കളെ എതിരിൽ എന്ന് മുൻഗാമികളായ ആളുകൾ, നമ്മുടെ ഉമ്മത്തിന്റെ മുമ്പുള്ള ആളുകൾ
നബിയുടെ വരവിന് വേണ്ടി ദുആ ചെയ്തിരുന്നു എന്ന് ഹദീസിലുണ്ട്. ആ ഹദീസ് ഇമാം തഫ്സീറുൽ മആലിമിൽ ഇമാം ബഗവി തങ്ങൾ ഉദ്ധരിച്ചിട്ടുമുണ്ട്. മറ്റു പല തഫ്സീറുകളിലും അതുണ്ട്. ആഖിർ സമാനിലെ നബി ആരാണ്? നബീന റസൂലുള്ളാഹി. നബി തങ്ങളുടെ പല പേരുകളിൽ പേരാണ് മഹ്ദി എന്ന പേര്. 3 മഹ്ദിയുണ്ട്. 3 മഹ്ദി ഒന്നല്ല, 30 മഹ്ദിയല്ല, 3 ഇനം മഹ്ദിയുണ്ട്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ദിയാണ്, അത് മുത്തലഖൻ മഹ്ദിയാണ്. ഒന്ന് മുജദ്ദിദിനക്ക് മഹ്ദി എന്ന് പറയും. ഒരു 100 കൊല്ലമാകുമ്പോൾ ഒരു മഹ്ദി വരും, അത് മുജദ്ദിദ് എന്ന അർത്ഥത്തിനുള്ള മഹ്ദിയാണ്. ഒന്ന് ദജ്ജാലിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എത്രയോ ഹദീസുകളിൽ കാണാം, ദജ്ജാലിന്റെ കാലത്ത് ഈസ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ദജ്ജാലിനെ കൊല്ലുന്ന വിഷയത്തിൽ പങ്കെടുക്കുന്ന മഹ്ദി അലൈഹിസ്സലാം, അത് അഹ്ലു ബൈത്തിൽപ്പെട്ടവരുമാണ്. ഇങ്ങനെ 3 മഹ്ദിയുണ്ട്. വ്യത്യസ്തമായ ഹദീസുകളിലുള്ളത് വ്യത്യസ്തമായ മഹ്ദികളായിരിക്കണം. അതായത് ചില മഹ്ദി 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 എന്നാണ് ഇഷ്കാലാണ്ട. മഹ്ദി ജനിച്ചിരിക്കുന്ന ഏത് മഹ്ദിയാണെന്ന് നമുക്കറിയില്ല. ചില ആൾക്കാരങ്ങനെ പറയും, മഹ്ദി ജനിച്ചതിന്റെ ഷെയ്ഖിനോട് പറഞ്ഞിക്കണേ, ഷെയ്ഖും മുരീദും ആര് പറഞ്ഞാലും ഈ മഹ്ദി ആയിക്കൊള്ളുന്നില്ല, മുജദ്ദിദ് ജനിച്ചിരിക്കുന്നു എന്നാവാം. ഇനി പറഞ്ഞിക്കണെന്നാവാ, അത് വേറെ കാര്യം. പറഞ്ഞിക്കണമെങ്കിലാണ് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത്. അങ്ങനെ മഹ്ദി ജനിക്കലും ബേജാറാക്കലും, മഹ്ദി ജനിച്ചോട്ടെ വന്നോട്ടെ, ദജ്ജാലും വന്നോട്ടെ, എല്ലാവരും വന്നോട്ടെ, നിർത്താൻ നമുക്കാവൂല. അതിന്റെ ഒരൊറ്റ ദൗത്യവും നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മള് മാതാഅദത്തിലെ ഉജ്ജന്ത ആഖിറത്തിന് വേണ്ടി തയ്യാറാക്കിയത് എന്ന് പറഞ്ഞ പോലെ നമ്മളെ ആഖിറത്തിന് വേണ്ടി ഒരുങ്ങാന്നല്ലാണ്ട് മഹ്ദി വരുന്നുണ്ട്, അതിന് റൂട്ട് ശരിയാക്കണം, അതിന് കാർ കൊടുത്തേക്കണം, അങ്ങനൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ദജ്ജാൽ വരുന്നുണ്ട്, അതിന് പള്ളിയുടെ ഇവിടെ ചുറ്റുഭാഗത്തും കമ്പിവേലി തയ്യാറാക്കണം, അത് നമ്മളെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. ആ ഖിയാമത്ത് നാളിന്റെ ഒരു കാര്യവും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഖിയാമത്ത് നാളിന്റെ ശേഷം എൻ്റെ ആഖിർ എന്തായിരിക്കും, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് സ്വഹാബി മതസാഅത്ത് എപ്പോഴാണ് ഖിയാമത്ത് നാളെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ എന്താ പറഞ്ഞത്? മാദാ അഅദത്തലഹ, ചോദ്യം കേട്ടാൽ തയ്യാറെടുപ്പുള്ളതുപോലെ. അതല്ല നീ അറിയേണ്ടത്. നിനക്കറിയേണ്ടത് ഖിയാമത്ത് നാളിന്റെ ഡേറ്റോ മറ്റോ അല്ല, അതിൽ യാതൊരു ഫലവും നിനക്കില്ല. മറിച്ച് മാദാ അഅദത്തലഹ, അതിനുവേണ്ടി നീ തയ്യാറാവുകയാണ് വേണ്ടത്. അതിനുവേണ്ടി അവനവന്റെ മരണത്തോടുകൂടെ ടൈം കഴിഞ്ഞല്ലോ. പിന്നെ മഹ്ദി വന്നാലും ദജ്ജാൽ വന്നാലും എന്ത്, ദജ്ജാലിനെ തൊട്ട് കാവലിനെ തേടണം. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു കേടും ഒരാൾക്കില്ല എന്ന് മനസ്സിലാക്കരുത്. പക്ഷെ അറിഞ്ഞതുകൊണ്ട് പ്രത്യേക ഫലം ഒന്നും തന്നെ ഇല്ല. നാളെ തന്നെയാണ് ഖിയാമത്ത് നാൾ അറിഞ്ഞാലും നമുക്ക് യാതൊരു പ്രത്യേക ഫായിദയില്ല. അറിഞ്ഞിട്ട് പ്രത്യേക ഫലമൊന്നുമില്ല. അപ്പൊ മഹ്ദി എന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ ഒരു പേരാണ്. അതുപോലെ തന്നെ 100 കൊല്ലം കഴിയുമ്പോൾ അല്ലാഹു തആല ലോകത്തേക്ക് അയക്കുന്ന ഇന്നല്ലാഹ ലയബ്അതു ഫീ കുല്ലി മിഅത്തി സനത്തിൻ വയജദ്ദിദു ലഹാ ദീനഹാ, എല്ലാ 100 കൊല്ലത്തിലും ഒരു വലിയ പണ്ഡിതൻ വരും. അത് അവർക്കും മഹ്ദി എന്ന ഹദീസിൽ കാണാം. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ മഹാനായ ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങുമ്പോൾ ദമസ്കസ് പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ മഹ്ദി ഇമാമിനോട് കൂടെ ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടാകുമെന്നും ഈസാ നബി ഇമാമത്ത് നിസ്കരിക്കുമെന്നും ഹദീസിൽ കാണാം. അങ്ങനെ 3 വിഭാഗക്കാരായ മഹ്ദിയുണ്ട്. അതിൽ പ്രധാന മഹ്ദി നബി തങ്ങളാണ്. ആഖിർ സമാനിലെ വ്യക്തി എന്ന് പറഞ്ഞ നബി തങ്ങളാണ്. ആഖിർ സമാനിലെ മഹ്ദിയുടെ കയ്യിലാണ് യഥാർത്ഥ കിതാബ് ദാലിക്കൽ കിതാബ് ഉണ്ടാവുക എന്ന് ഇബ്നു അറബി തങ്ങളുടെ തഫ്സീറിൽ കണ്ടുകൊണ്ട് കള്ളത്തൊരീക്കത്തുകാര് ഈ കിതാബ് അഥവാ വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഈ കിതാബല്ല, ദാലിക്കൽ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മഹ്ദിയുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ആഖിർ സമാനിലെ മഹ്ദിയുടെ കയ്യിലേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ആ ത്വരീഖത്തിന്റെ ആളെ പേര്? ആള് മരിച്ചല്ലോ, ആലുവയില് അവിടെ എന്താണ് സുൽത്താൻ എന്താ പറയുന്ന ഒരാളുണ്ടല്ലോ, അയാൾ മരിച്ചുപോയി. അയാൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അയാളെ മുരീദന്മാർ പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരാശയമാണത്. മഹ്ദിയാണ് ആ കിതാബ് ഓതുക. ജഫർ ജാമിയ എന്നാണ് ആ കിതാബിന്റെ പേര്. ജഫർ ജാമിയ എന്നുണ്ട് ക്രിസ്ത്യാനികൾ അല്ല ഷിയാക്കൾക്കൊരു ഗ്രന്ഥമുണ്ട്, അതിന് നമ്മൾ എതിരില്ല. ആ കിതാബിനെതിരില്ല എന്നല്ല, അങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്നുള്ളിൽ നമ്മൾ എതിർപ്പില്ലല്ല. ഷിയാക്കളുണ്ട് എന്നുള്ളിൽ നമ്മൾ എതിർപ്പില്ലല്ല. ഇബ്ലീസ് ഉണ്ട് എന്നുള്ളിൽ നമ്മൾ എതിർപ്പില്ലല്ല. അതുകൊണ്ടൊക്കെ നമ്മളതിന്റെ അനുകൂലികളായിക്കൊള്ളുന്നില്ല. അതല്ല വിഷയം. മഹ്ദിയുടെ കയ്യിൽ ആഖിർ സമാനിലെ മഹ്ദി അത് ഓതും.
അതാണ് യഥാർത്ഥ കിതാബ്, അതാണ് മറ്റ് അമ്പിയാക്കന്മാരിലൂടെ മൗഊദായ കിതാബ് എന്ന് ഇമാം സയ്യിദി മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങൾ അവിടുത്തെ തഫ്സീർ ഇബ്നു അറബിയിൽ പറഞ്ഞ ആ ആശയം വെച്ചിട്ട് വിശുദ്ധ ഖുർആനല്ല ദാലിക്കൽ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആണയിട്ട് പ്രസംഗിക്കുകയും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു വലാലത്തിലേക്ക് ക്ഷണിച്ച ആളുകളാണ് ആ സുൽത്താനിന്റെ ആളുകൾ. അവരോടാണ് ഞാൻ ഈ പറയുന്നത്. അവരുടെ ആളുകളുണ്ടല്ലോ, എന്ത് മഹദി എന്ന് പറയുന്ന മുത്തുനബിയാണ്. ആഖിർ സമാനിലെ മഹദിയുടെ കൂടെയാണ് യഥാർത്ഥ ഗ്രന്ഥം ഉണ്ടാവുക എന്നാണ് അൽ മൗഊദ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ വായിച്ച വാക്കാണത്. ഒന്നും ഒരു പ്രശ്നവുമില്ല. ആഖിർ സമാനിലെ നബി തങ്ങളാണ്. ആഖിർ സമാനിലെ മഹദിയോട് കൂടെയാണ് ഉണ്ടാവുക. ലാ യഖറഹു കമാ ഹുവ ഹഖ്ഹു, വേണ്ട പോലെ സമൂഹത്തിൽ അത് പ്രചരിപ്പിക്കാൻ അവരില്ലാതെ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ കയ്യിലുള്ള ഖുർആനാണത് എന്നാണ്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചാണ് ആ വാക്കെന്ന് നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. അത് മഹദിയുടെ കയ്യിലുള്ള കിതാബിനെ പറ്റിയാണെന്ന് പറയുന്ന അബദ്ധമായ ആശയം വളരെ തെറ്റാണ്. ഞാൻ ഈ ആഖിർ സമാൻ എന്ന് വന്നപ്പോൾ ആഖിർ സമാനല്ലേ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യം ഒന്ന് തുറന്നു പറഞ്ഞു എന്ന് മാത്രം. ആരും അത് പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ടാ അവരങ്ങനെ പറഞ്ഞോട്ടെ. ബ്രാഹ്മണൻ പശുവിനെ തല്ലാൻ പോയ മാതിരി ആയിട്ട് അവരങ്ങനെ പറഞ്ഞോട്ടെ, ഇവരങ്ങനെ പറഞ്ഞോട്ടെ, അവരിങ്ങനെ പറഞ്ഞോട്ടെ, നമ്മളിങ്ങനെ നിൽക്കുകയും ചെയ്യാം. അല്ല മട്ടുണ്ടാവും. ഇസ്ലാന്തീന് ഇവിടെ ഇങ്ങനെ കൊത്തിപ്പറിച്ച് കൊണ്ടുപോയിട്ട് ആർക്കൊന്നും ഉണ്ടാനേവില്ല. നമ്മൾ വാട്ടർ ബെഡും നമ്മൾ ഊന്നുവടിയായിട്ട് കൂടിയാല് അതും വേണമെന്നല്ലാതെ കണ്ട് കാര്യമായി വിദ്യാർത്ഥിക്കാരെ എതിർക്കുന്ന സ്വഭാവമില്ലെങ്കിൽ, കള്ളത്തൊരീക്കത്തുകാരെ എതിർക്കുന്ന സ്വഭാവമില്ലെങ്കിൽ ദീൻ ഇവിടുന്ന് തളർന്നു പോകും, തകർന്നു പോകും. അത് പണ്ഡിത ഉത്തരവാദിത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു നല്ലത് ഖദ്ദറ രണ്ടർത്ഥമായി മാറി. എങ്ങനെ ഖദ്ദറ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല വിധിച്ചതനുസരിച്ച്, വഅബ്ദ അങ്ങനെ വെളിവാക്കിയതനുസരിച്ചും, വിധിച്ചത് വെളിവാക്കൂലേ അങ്ങനെ വെളിവാക്കിയതനുസരിച്ചും ഖുർആനിലൂടെയും വെളിവാക്കിയിട്ടുണ്ട്, വിഷയം നടപ്പിലാക്കലൂടെയും വെളിവാക്കിയിട്ടുണ്ട്. ഈ സമൂഹത്തിൽ നമ്മളെല്ലാവരും കണ്ടതല്ലേ, അറിഞ്ഞതല്ലേ ഇത്. അതുപോലെയും എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു തകരാറുമില്ല. അപ്പൊ കമ്പിക്ക് വേണ്ടി വഖറഹുലി എന്ന് ഓർ പറഞ്ഞത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അതിലേറെ നല്ലത് ഇതായിരിക്കാൻ സാധ്യതയുണ്ട്. മറ്റത് അഖ്റജഹുവിന്റെ അർത്ഥത്തിന് തന്നെയാണ് അബുദ എന്ന് പറഞ്ഞത്. അഖ്റജഹു പുറപ്പെടുവിച്ചു, അബുദ വെളിവാക്കി. രണ്ടും ഒരാശയം തന്നെയാണ്, പദപ്രയോഗം മാത്രം വ്യത്യാസമുള്ളൂ. പിന്നെ മദ്ഹിന്റെ മഖാമിൽ അങ്ങനെ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. നീട്ടി സംസാരിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. വാൽബസഹു ആ നബി തങ്ങൾക്ക് അല്ലാഹു തആല ധരിപ്പിച്ചിരിക്കുന്നു ഖിൽഅത്തുൽ ജമാൽ, ബാങ്കിനായോ? ഓ 30 മിനിറ്റുള്ള ഫലാമോ. ഖിൽഅത്തുൽ ജമാലി ഭംഗിയുടെ സമ്മാന വസ്ത്രം. ഖിൽഅത്ത് പറഞ്ഞാല് സമ്മാന വസ്ത്രം, സമ്മാനം കൊടുക്കൂലേ. രാജാക്കന്മാര് അവര് നല്ല പാട്ട് പാടുക, നല്ല പ്രസംഗം നടത്തുക, അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ അവരുടെ ശരീരത്തിലിട്ട് നല്ല വിലപിടിപ്പുള്ള വസ്ത്രം അഴിച്ചിട്ട്, അതാണ് ഖലാഅൻ അഴിച്ചിട്ട് മറ്റേ ആളെ കഴുത്തിലിട്ട് കൊടുക്കും, മറ്റേ ആളെ ദേഹത്തിട്ട് കൊടുക്കും. അതിനാണ് ഖിൽഅത്ത്. അതിന് ഖലാഅൻ എന്ന് പറയും. ഖലാഅൻ എന്ന് പറഞ്ഞാൽ അഴിച്ചിട്ട് കൊടുക്കുന്നത്. രാജാവ് തൻ്റെ ശരീരത്തിലിട്ട ഏറ്റവും പുതിയതായ നല്ല ഇനം വസ്ത്രത്തെ അഴിച്ച് ആ സദസ്സിൽ വിജയിച്ചവന്റെ കഴുത്തിൽ അണിയിക്കുക, അവന്റെ ശരീരത്തിൽ അണിയിക്കും. അതിനാണ് ഖിൽഅത്ത് എന്ന് പറഞ്ഞ്. സമ്മാന വസ്ത്രം എന്നാണ് പറയാ. നമ്മളെ കോട്ടന്റെ, നമ്മളെ നൂലിന്റെ, സാധാ നൂലിന്റെ ഒന്നും വസ്ത്രമല്ല. അതാണ് ഖിൽഅത്ത്. അതിന് ഖലാ എന്നുള്ള പദം ഉപയോഗിച്ചത് ഈ നിലക്കാണ്. ഊരുക എന്നാണല്ലോ ഖലാന്റെ അർത്ഥം. അല്ലേ ഉസ്താദ്? ഊരുക എന്നല്ലേ? ഇതെങ്ങനെ ഊരിയത്? അവിടെ ഇട്ടുകൊടുത്തതല്ലേ? ഇയാളെ മേത്തിട്ടതാണ് ഇട്ടുകൊടുക്കുക. റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിലിട്ട അത് ഇട്ടുകൊടുക്കുമ്പോ അത് രാജകീയ സ്വഭാവം തന്നെയാണ്. രാജകീയ വസ്ത്രം ധരിപ്പിക്കലാണത്. അതിനൊരു പ്രത്യേകതയുണ്ട്. രാജാവിട്ട വസ്ത്രത്തെ സദസ്സിൽ വിജയിച്ച
വിജയിച്ച ആൾക്ക് ഊരിയിട്ട് കൊടുക്കുക, ഊരിയിട്ട് കൊടുക്കുന്ന സമ്മാന വസ്ത്രം എന്ന അർത്ഥം പറഞ്ഞാൽ അത് ഡിക്ഷണറി എങ്ങനെ പറഞ്ഞാലും അത് അതിന്റെ കറക്റ്റ് മായനയായിരിക്കും. ഊരിയിട്ട് കൊടുക്കുന്ന സമ്മാന വസ്ത്രം എന്തേ അല്ലാഹു സുബ്ഹാനഹു തആല നബി തങ്ങൾക്ക് ധരിപ്പിച്ചതായ ആ ഭംഗിയെ ഊരിയിട്ട് കൊടുക്കുന്ന സമ്മാന വസ്ത്രമായിട്ടാണ് അല്ലാഹു ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അവതരിപ്പിച്ചത്. വല്ലാത്ത അവതരണമാണത്. അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്ത ജമാൽ, എല്ലാ ജമാലിനെയും ഊരി എല്ലാ ജമാലിനെയും മറികടക്കുന്ന ജമാൽ. ആ ജമാലിനെ മുത്തുനബിക്ക് അല്ലാഹു തആല, മുത്തുനബി അതിന് അർഹനായതുകൊണ്ട്, അർഹനായി അല്ലാഹു പടച്ചതുകൊണ്ട് മുത്തുനബിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ ധരിപ്പിച്ചു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറ്റി നബി പറഞ്ഞില്ലേ, ഞാൻ മെഹറാജിന്റെ രാത്രിയിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടു. ഫൈദാഹു ഉഅ്തിയ ശത്റൽ ഹുസ്ൻ, അപ്പോൾ ജമാലിന്റെ ഭംഗിയുടെ പകുതി അവർക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെ ഇമാം സുയൂത്തി വിശദീകരിച്ചത് എങ്ങനെ? ഭംഗിയുടെ പകുതി എന്ന് പറഞ്ഞാൽ അൽ ജമാലില്ലദീ ഉഅ്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് നൽകപ്പെട്ട ഭംഗിയുടെ പകുതി, നബി തങ്ങൾക്ക് നൽകപ്പെട്ട ഭംഗിയുടെ പകുതിയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ഉണ്ടാവും? അപ്പൊ തങ്ങളെ ഭംഗി എങ്ങനെ ഉണ്ടാവും? എന്തോ ഒരു ഭംഗിയാണ്. സ്വഹാബത്ത് തർക്കമില്ലാതെ പറയുന്ന ഇത്ര ഭംഗിയുള്ള ഒരു മനുഷ്യനെ അല്ലാഹു തആല പടക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ലം നറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു, ഞങ്ങളുടെ മുൻകാലത്ത് പടച്ച ചരിത്രമില്ല, ഇനി പടക്കുമെന്ന് തോന്നുന്നുമില്ല. അത്രയും ഭംഗിയുള്ളവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് ഖിൽഅത്തുൽ ജമാൽ. ആ ഭംഗിയെ പോലുള്ള ഖിൽഅത്ത് പിന്നെ വേറെന്താണ്? അല്ലാഹു തആല എല്ലാ ഭംഗിയെയും അപേക്ഷിച്ച് മുത്തുനബിയുടെ ഭംഗി ഒരു തുല്യതയില്ലാത്ത ഭംഗിയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് പേര് തന്നെ അഹദ് എന്ന് പേരുണ്ട്. അല്ലാഹു അഹദായതുപോലെയല്ല, തുല്യമായ ഒന്നുമില്ലാത്ത, തുല്യമായൊരു സൃഷ്ടിയില്ലാത്ത മുത്തുനബി തങ്ങൾ. അല്ലാഹു അഹദ എന്ന് പറഞ്ഞാൽ തുല്യമായ ഒരു സാധനവും ഇല്ലാത്തത് എന്നാണ്. മുത്തുനബി അഹദാണെന്ന് പറഞ്ഞാൽ തുല്യമായ ഒരു സൃഷ്ടിയുമില്ല, സൃഷ്ടികളിൽ തുല്യമായ ആരും തന്നെ ഇല്ല എന്നാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റു മഫ്ഹൂമുകളിൽ റസൂൽ അള്ളാഹുവിനോട് തുല്യമായൊരു മായനയേ ഇല്ല എന്നാണ്. അത് രണ്ടും വ്യത്യാസമുണ്ട്, എത്രയോ വ്യത്യാസമുണ്ട്. മനുഷ്യരിൽ നബിയോട് തുല്യമായവരില്ല എന്നാണ് അഹദുൻ നബീന്റെ അർത്ഥം. അഹദി എന്ന് റസൂലുള്ളാഹിക്ക് പേരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇമാം സുയൂത്തി ഖസായിസിൽ കൊടുത്തിട്ടുണ്ട് പേര്. ഞാൻ എൻ്റെ വക പറഞ്ഞതല്ല. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.